കർത്തുങ്ല പാസിന് ശേഷം അടുത്തതായി ഞങ്ങൾ കാണാൻ പോകുന്നത് നുബ്ര വാലിയിലെ ഡിസ്കിറ്റ് മൊണാസ്ട്രിയാണ്. ലേയിൽ നിന്നും 115 കിലോമീറ്റർ അകലെയാണ് ഡിസ്കിറ്റ് മൊണാസ്ട്രി. ഡിസ്കിറ്റ് മൊണാസ്ട്രിയുടെ ഭാഗമായ മൈത്രേയ ബുദ്ധൻ്റെ ഏതാണ്ട് 106 അടി ഉയരമുള്ള ഭീമാകാരമായ പ്രതിമയാണ് ഇത്. ഷയോക്ക് നദിക്ക് അഭിമുഖമായി ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ പ്രതിമ. 2010 ദലൈലാമയാണ് ഈ പ്രതിമ ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ ഇതുപോലെ ധാരാളം കല്ലുകൾ ഒന്നിനു മീതെ മറ്റൊന്നായി അടുക്കി വെച്ചതായി കാണാം. ഇതാണ് സ്റ്റോൺ സ്റ്റാക്കിംഗ് അല്ലെങ്കിൽ മണിക്കല്ലുകൾ. ലഡാക്ക്, സ്പിതി പോലുള്ള ഹിമാലയൻ പ്രദേശങ്ങളിൽ ടിബറ്റൻ ബുദ്ധമത കേന്ദ്രങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് ഈ സ്റ്റോൺ സ്റ്റാക്കിംഗ്. സ്വന്തമായി വീട് പണിയുക, നല്ല ഭാഗ്യം ലഭിക്കുക, ആഗ്രഹങ്ങൾ സഫലമാകുക എന്നതിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് ഇവർ ഇത് നിർമ്മിക്കുന്നത്. ഓരോ കല്ലും വെക്കുമ്പോഴും ഒരു പ്രാർത്ഥനയോ ആഗ്രഹമോ മനസ്സിൽ പറയുന്നു. കല്ലുകൾ സാവധാനം ശ്രദ്ധയോടെ അടുക്കി വെക്കുന്നത് ഇവർക്ക് ഒരു ധ്യാനം പോലെയാണ്. ഇവിടെ 2 പേർ ചേർന്ന് ലഡാക്കി ടിബറ്റൻ വസ്ത്രങ്ങൾ അണിയിച്ച് ഫോട്ടോ എടുത്തു കൊടുക്കുന്ന തിരക്കിലാണ്. ഇത് ബുദ്ധമത കേന്ദ്രങ്ങളിൽ കാണാറുള്ള പ്രാർത്ഥനാ ചക്രങ്ങളാണ്, പ്രയർ വീൽസ്. ഇവ കറക്കുന്നത് മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇവർ കാണുന്നത്. ഈ ചക്രങ്ങളുടെ ഉള്ളിൽ ഓം മാണി പദ്മേ ഹും എന്ന വിശുദ്ധ മന്ത്രം 10,000 എഴുതിയ കടലാസുകളോ തുണികളോ ചുരുട്ടി വച്ചിട്ടുണ്ടാകും. ഒരു തവണ ഈ ചക്രം കറക്കുമ്പോൾ അതിനുള്ളിലെ എല്ലാ മന്ത്രങ്ങളും ഉറക്കെ ചൊല്ലിയതിന് തുല്യമായ ഫലം ലഭിക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം. പ്രാർത്ഥനാ ചക്രങ്ങൾ കറക്കുന്നത് മനസ്സിന് ശാന്തി നൽകാനും ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ പോസിറ്റീവ് എനർജി, കരുണ, സമാധാനം എന്നിവ പടർത്താനും സഹായിക്കുമെന്നും ബുദ്ധമത വിശ്വാസികൾ വിശ്വസിക്കുന്നു. കൂടാതെ മുൻകാലങ്ങളിലെ തെറ്റുകളും പാപങ്ങളും കഴുകിക്കളയാൻ സാധിക്കുമെന്നും ഇവർ വിശ്വസിക്കുന്നു. ഈ ചക്രങ്ങൾ എപ്പോഴും വലത്തോട്ട്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രമേ കറക്കാവൂ എന്ന ഒരു നിബന്ധനയും കൂടി ഉണ്ട്. ഇവയെ ധർമ്മചക്ര അല്ലെങ്കിൽ മണിചക്ര എന്നും വിളിക്കാറുണ്ട്. ഒരു കുന്നിനു മുകളിൽ പല തട്ടുകളായി സ്ഥാപിച്ചിട്ടുള്ള ഡിസ്കിറ്റ് മൊണാസ്ട്രി കാണാനാണ് അടുത്തതായി ഞങ്ങളുടെ യാത്ര. ഒരു മലഞ്ചെരുവിൽ നിരവധി തട്ടുകളായിട്ടാണ് ഡിസ്കിറ്റ് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. നിരവധി പടവുകൾ കയറിയിട്ട് വേണം ഇതിൻ്റെ ഏറ്റവും മുകളിലെത്താൻ. സാവധാനം മാത്രമേ കയറാൻ കഴിയുകയുള്ളൂ. ഓക്സിജൻ്റെ അഭാവം നന്നായി ബാധിക്കുന്നുണ്ട്. നല്ല കിതപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ലഡാക്കിലെ നുബ്ര വാലിയിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ബുദ്ധമത സന്യാസ മഠമാണ് ഡിസ്കിറ്റ് മൊണാസ്ട്രി. 14-ാം നൂറ്റാണ്ടിൽ ഏകദേശം 1433 ഈ ഡിസ്കിറ്റ് മൊണാസ്ട്രി നിർമ്മിച്ചത്. ഷയോക്ക് നദീതടത്തിന് മുകളിലായി ഒരു കുന്നിൻ ചെരുവിൽ വളരെ മനോഹരമായ രീതിയിലാണ് ഈ മഠം നിർമ്മിച്ചിട്ടുള്ളത്. ലഡാക്ക് സന്ദർശിക്കുന്ന സഞ്ചാരികളുടെയും ബുദ്ധമത തീർത്ഥാടകരുടെയും ഒരു പ്രധാന കേന്ദ്രമാണ് ഡിസ്കിറ്റ് മൊണാസ്ട്രി. തണുത്ത കാറ്റ് ശക്തമായി തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ സാവധാനം ചവിട്ടുപടികൾ കയറുക, പിന്നീട് വിശ്രമിക്കുക, വീണ്ടും കയറ്റം തുടരുക, വീണ്ടും വിശ്രമിക്കുക. ഓക്സിജൻ്റെ കുറവ് മൂലമുള്ള കിതപ്പിനെ അതിജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. മൊണാസ്ട്രിയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട മൈത്രേയ ബുദ്ധൻ്റെ ഭീമാകാരമായ പ്രതിമ കാണാൻ കഴിയും. ഫെബ്രുവരി മാസത്തിൽ ആശ്രമത്തിൻ്റെ പരിസരത്ത് ഡോസ്മോച്ചെ എന്നറിയപ്പെടുന്ന ഒരു ഉത്സവം നടക്കാറുണ്ട്. കനത്ത മഞ്ഞുവീഴ്ച കാരണം ലേയിലെ മറ്റ് പ്രദേശങ്ങളിലെ ആളുകൾ പൊതുവെ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാറില്ല. നുബ്ര താഴ്വരയിലെ ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലായി ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഈ സമയത്ത് സന്യാസിമാർ പരമ്പരാഗത വേഷവിധാനങ്ങളോടെ നടത്തുന്ന ഛാം എന്ന നൃത്തം വളരെ പ്രശസ്തമാണ്.
അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ നുബ്ര വാലിയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. സമയം വൈകുന്നേരം. ലഡാക്കിലെ ഏറ്റവും മനോഹരവും ആകർഷകവുമായ പ്രദേശങ്ങളിലൊന്നാണ് നുബ്ര വാലി. തണുത്ത മരുഭൂമിയിലെ മണൽക്കുന്നുകളായ ഹണ്ടർ മണൽക്കാടുകൾ, ഹണ്ടർ സാൻഡ് ഡ്യൂൺസും ഇരട്ട കൂനയുള്ള ബാക്ട്രിയൻ ഒട്ടകങ്ങളുടെ പുറത്തുള്ള സഫാരിയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണം. സാധാരണ ഒട്ടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 2 പൂഞ്ഞകൾ ഉള്ളവയാണ് ഈ ഒട്ടകങ്ങൾ. ഇതിൽ കൊഴുപ്പ് ശേഖരിച്ചു വെക്കുന്നതിനാൽ ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവുമില്ലാതെ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടിയിലധികം ഉയരമുള്ള മഞ്ഞുമൂടിയ മലനിരകൾക്ക് നടുവിലായി ഹണ്ടർ എന്ന തണുത്ത മരുഭൂമിയിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. -ഡിഗ്രി വരെ എത്തുന്ന ലഡാക്കിലെ കൊടും തണുപ്പിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന കട്ടിയുള്ള ഒരു രോമക്കുപ്പായം ഇവയ്ക്കുണ്ട്. വേനൽക്കാലത്ത് ഈ രോമങ്ങൾ സ്വയം പൊഴിക്കുകയും ചെയ്യും. ഇവ സാധാരണ ഒട്ടകങ്ങളെക്കാൾ ചെറുതാണ് എങ്കിലും ഭാരം ചുമക്കാൻ കൂടുതൽ കരുത്തും ഇവയ്ക്കുണ്ട്. മെയ് മാസമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവയുടെ രോമങ്ങൾ അടർന്നു വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ രാത്രിയിൽ ഇപ്പോഴും ഇവിടെ -ഡിഗ്രിയാണ് തണുപ്പ്. ആ കാണുന്ന ചുവന്ന കൊടിയുടെ അടുത്ത് വരെ പോയി തിരിച്ചു വരാൻ 500 രൂപയാണ് ഒരാളിൽ നിന്ന് ചാർജായി ഈടാക്കുന്നത്. ഈ ഒട്ടകങ്ങൾ യഥാർത്ഥത്തിൽ പുരാതന സിൽക്ക് റൂട്ടിൻ്റെ ചരിത്രപരമായ ശേഷിപ്പുകളാണ്. 1870കളിൽ മധ്യേഷ്യയിൽ നിന്നും ചൈനയിലെ ഷിൻജിയാങ് മേഖലകളിൽ നിന്നും വന്ന കച്ചവടക്കാരാണ് ബാക്ട്രിയൻ ഒട്ടകങ്ങളെ ലഡാക്കിലേക്ക് കൊണ്ടുവന്നത്. കഠിനമായ തണുപ്പിനെയും ഉയരങ്ങളെയും അതിജീവിക്കാൻ കഴിവുള്ള ഈ ഒട്ടകങ്ങളെ ചരക്കുകൾ ചുമക്കാൻ ഉപയോഗിച്ചിരുന്നു. 1950-ൽ രാഷ്ട്രീയ കാരണങ്ങളാൽ ഇന്ത്യ ചൈന അതിർത്തി അടയ്ക്കുകയും പുരാതന പട്ടുനൂൽ പാത പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തതോടെ കച്ചവടക്കാർ ലഡാക്കിലെ നുബ്ര താഴ്വരയിൽ ഇവയെ ഉപേക്ഷിച്ച് മടങ്ങി. വംശനാശ ഭീഷണി നേരിടുകയും ഇവയുടെ എണ്ണം ഗണ്യമായി കുറയുകയും ചെയ്തു. 2000തോടെ വിനോദസഞ്ചാരം സജീവമായതോടെ തദ്ദേശവാസികളും പ്രാദേശിക ഭരണകൂടവും മുൻകൈയെടുത്ത് ടൂറിസം സഫാരിക്കായി ഇവയെ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി.